നല്ല നല്ല കാര്യങ്ങൾ ചെയ്തത് മാത്രമാണ് നമ്മളുടെ അമലുകളായിട്ട് നമ്മളുടെ കൂടെ നാളെ മാഷാൻ ഖബറിലേക്ക് ഉണ്ടാകുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വതആല ഖബറിലെ അദാബിനെ തൊട്ട് കാക്കട്ടെ, ഖബർ ശിക്ഷയെ തൊട്ട് കാക്കട്ടെ. ലോകത്തിൻ്റെ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നോമന പുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹ വഫാത്തായ സമയത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്ത് സഹാബത്ത് ചോദിച്ചു, ഖബറേ, ഈ മയ്യത്ത് ആരുടേതാണെന്ന് നിനക്കറിയുമോ? അപ്പോൾ ആ ഖബർ വിളിച്ച് പറയുകയാണ്, മയ്യത്ത് ആരുടേതായാലും എനിക്ക് പ്രശ്നമില്ല, ഖബറിൽ രക്ഷപ്പെടാനുള്ള അമലുകൾ അവൻ്റെ കയ്യിലുണ്ടെങ്കിൽ അവൻ രക്ഷപ്പെടും. എന്നാ ഖബർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഅ്മിനേ